ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉണക്കപ്പയറും കായത്തൊലിയും വെച്ചിട്ട് ഒരു നല്ലൊരു പുഴുക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയായി പുഴുക്ക് ഉണ്ടാക്കിയെടുത്തത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായയുടെ ഒരു 3 തൊലിക്കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 100 ഗ്രാം പയറെടുത്ത് തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. നേരം വെളുത്ത് വന്നപ്പോൾ വീർത്ത് വന്നിട്ടുണ്ട് പയർ. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ നുറുക്കി വെച്ച നേന്ത്രക്കായയുടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവിക്കാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വേവിക്കാൻ പോവുകയാണ്. ആദ്യത്തെ വിസിൽ വന്നപ്പോൾ തീ കുറച്ചിട്ടിട്ട് പിന്നെ ഒരു 2 വിസിലും കൂടെ വന്നപ്പോൾ തീ ഓഫ് ചെയ്തിട്ടു. മൊത്തം 3 വിസിൽ. ഇനി എയറൊക്കെ പോയി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പയറും കായത്തൊലിയും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂപ്പിക്കാൻ ആവശ്യമായ ഒരു 5-6 ചെറിയുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കടായിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. കടായി അടപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ നുറുക്കി വെച്ച ചെറുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കറിവേപ്പില കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്. ആദ്യം 1 ടീസ്പൂൺ ഇടിമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ രുചി തന്നെ മാറിപ്പോവും. ഇപ്പം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച കായത്തൊലി പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുളക് പൊടി എല്ലായിടത്തും സെറ്റാവണ തരത്തിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ഒരു ലിഡ് വെച്ച് അടച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലിഡ് ഓപ്പൺ ചെയ്ത് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിക്കൽ കറിയാണ്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ തലേ ദിവസം സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു കറിയാണ് ഈ കായത്തൊലിയും പയറൊക്കെ. ഇപ്പം കല്യാണ വീടുകളിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് നൊസ്റ്റാൾജി ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. പിന്നെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ വെറുതെ സ്നാക്സ് പോലെയൊക്കെ കഴിക്കാനും നല്ല കറി തന്നെയാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കായത്തൊലിയും പയറും ആയിട്ടുള്ളൊരു കറി. നമുക്ക് ഇതിനെ ഒരു ഡിഷിലേക്ക് പകർത്താം. ഇപ്പം ഞാനിതൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു, ടാറ്റാ.